ദൈവമേ നീ എന്നിൽ അനുദിനവും വളരണമേ, ഞാനോ കുറയണമേ. വിശുദ്ധ മത്തായി സുവിശേഷം അധ്യായം 10. അക്കാലത്ത് യേശു ശിഷ്യന്മാരോട് അരുൾ ചെയ്തു, പോകുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പ്രസംഗിക്കുവിൻ. രോഗികളെ സുഖപ്പെടുത്തുകയും മരിച്ചവരെ ഉയർപ്പിക്കുകയും കുഷ്ഠരോഗികളെ ശുദ്ധരാക്കുകയും പിശാചുക്കളെ ബഹിഷ്കരിക്കുകയും ചെയ്യുവിൻ. ദാനമായി നിങ്ങൾക്ക് കിട്ടി, ദാനമായി തന്നെ കൊടുക്കുവിൻ. നിങ്ങളുടെ അരപ്പട്ടയിൽ സ്വർണമോ വെള്ളിയോ ചെമ്പോ കരുതി വയ്ക്കരുത്. യാത്രയ്ക്ക് സഞ്ചിയോ 2 ഉടുപ്പുകളോ ചെരുപ്പോ വടിയോ കൊണ്ടുപോകരുത്. വേല ചെയ്യുന്നവൻ ആഹാരത്തിന് അർഹനാണ്. നിങ്ങൾ ഏതെങ്കിലും പട്ടണത്തിലോ ഗ്രാമത്തിലോ പ്രവേശിക്കുമ്പോൾ അവിടെ യോഗ്യത ഉള്ളവൻ ആരാണ് എന്ന് അന്വേഷിക്കുകയും അവിടം വിടുന്നതുവരെ അവനോടുകൂടി താമസിക്കുകയും ചെയ്യുവിൻ. നിങ്ങൾ ആ ഭവനത്തിൽ പ്രവേശിക്കുമ്പോൾ അതിന് സമാധാനം ആശംസിക്കണം. ആ ഭവനം അർഹതയുള്ളതെങ്കിൽ നിങ്ങളുടെ സമാധാനം അതിൽ വസിക്കട്ടെ. അർഹതയില്ലാത്തതെങ്കിൽ നിങ്ങളുടെ സമാധാനം നിങ്ങളിലേക്ക് തന്നെ മടങ്ങട്ടെ. ആരെങ്കിലും നിങ്ങളെ സ്വീകരിക്കാതെയോ നിങ്ങളുടെ വചനം ശ്രവിക്കാതെ ഇരുന്നാൽ ആ ഭവനം അഥവാ ആ പട്ടണം വിട്ടുപോകുമ്പോൾ നിങ്ങളുടെ പാദങ്ങളിലെ പൊടി തട്ടിക്കളയുകയും ചെയ്യുവിൻ. വിധി ദിനത്തിൽ ആ പട്ടണത്തെക്കാൾ സോദോം ഗൊമോറ ദേശങ്ങൾക്ക് കൂടുതൽ ആശ്വാസമുണ്ടാകുമെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ, ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവത്തിരുസന്നിധിയിൽ പ്രാർത്ഥനാപൂർവമായിരിക്കുമ്പോൾ സുവിശേഷ സാക്ഷ്യത്തിന്റെ ആത്മീയത ധ്യാനിക്കാം. ദൈവമക്കൾ എന്ന നിലയിൽ, തിരഞ്ഞെടുക്കപ്പെട്ടവർ എന്ന നിലയിൽ നമ്മുടെ ഏറ്റവും വലിയ ദൗത്യം സുവിശേഷം പ്രഘോഷിക്കുക എന്നതാണ്. സുവിശേഷം പ്രഘോഷിക്കുവാൻ നമുക്ക് വേണ്ട യോഗ്യതകൾ എന്താണ് എന്ന് ഇന്നത്തെ സുവിശേഷം ഓർപ്പെടുത്തുന്നുണ്ട്. ക്രിസ്തുവിനാൽ വിളിക്കപ്പെടുകയും തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്ത നമ്മൾ ക്രിസ്തുവിൻ്റെ മനസ്സാൽ യാത്ര ചെയ്യപ്പെടേണ്ടവരാണ്. ശിഷ്യൻ ഗുരുവിനെ വിശ്വസിക്കണം, ആശ്രയിക്കണം, അനുസരിക്കണം. ദാനമായി ഗുരുവിൽ നിന്ന് സ്വീകരിച്ച നന്മകൾ, കൃപകൾ ദാനമായി തന്നെ പങ്കുവയ്ക്കണം. തിരുവചനത്തിലൂടെ യേശുനാഥൻ ഒരു ശിഷ്യന് ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. തൻ്റെ ശിഷ്യന്മാരെ സ്വർഗരാജ്യം പ്രഘോഷിക്കുവാൻ വേണ്ടി അവിടുന്ന് അയക്കുമ്പോൾ ആ ശിഷ്യർക്ക് ഏതെല്ലാം തരത്തിലെ നന്മകളാണ് ഉണ്ടായിരിക്കേണ്ടത്? ആദ്യമേ തന്നെ അവൻ യേശുവിൻ്റെ മനസ്സിനൊത്ത് നിലകൊള്ളുന്നവനാകണം. യേശുവിൻ്റെ മനസ്സെന്താണ്? ഈ ഭൂമിയിലെ ഒരു ബലങ്ങളിലും ആശ്രയിക്കാതെ ദൈവപിതാവിൻ്റെ തിരുഹിതത്തിന് പരിപൂർണമായി വിധേയപ്പെട്ട് അവിടുത്തെ ഇഷ്ടം നിറവേറ്റുവാൻ സ്വയം സമർപ്പിതനായിരുന്നു അവിടുന്ന്. ക്രിസ്തു ശിഷ്യരായ നമ്മളും അപ്രകാരം പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്ന പുത്രൻ്റെ മനസ്സുള്ളവരാകണം. ഒന്നും പ്രതീക്ഷിക്കാതെ നന്മ ചെയ്യുവാനും ഒന്നും സ്വീകരിക്കാതെ കടന്നു പോകുവാനും സാധിക്കുന്ന ആത്മീയത. നോക്കൂ, ഒരു ജീവിതയാത്രയിൽ ആവശ്യമായതെല്ലാം യേശു നിഷേധിച്ചിട്ട് പറയുന്നു, പോകുക. വലിയൊരു ദൈവാശ്രയ ബോധത്തിൻ്റെ കൃപയാണ് പ്രേക്ഷിത ദൗത്യത്തിൽ നിറഞ്ഞു നിൽക്കുക. സ്വർഗം വിട്ട് ഈ ഭൂമിയിലേക്ക് ഏറ്റവും ചെറിയവനായി ഇറങ്ങി വന്ന ക്രിസ്തു മനുഷ്യരുടെ ഇടയിൽ നന്മ ചെയ്ത് കടന്നു പോയതുപോലെ നാമും മറ്റുള്ളവരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവർക്ക് ശുശ്രൂഷ ചെയ്യുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. നമ്മുടെ ശുശ്രൂഷ ദൗത്യത്തിൻ്റെ ഭാഗമാണ് രോഗസൗഖ്യത്തിൻ്റെ ആത്മീയ ബലം പകരുക എന്നത്. നോക്കൂ, ഇന്നത്തെ സുവിശേഷത്തിലൂടെ യേശു രോഗികളുടെ മേൽ കൈവച്ച് പ്രാർത്ഥിക്കുവാൻ അവർക്ക് പ്രത്യേകമായ അധികാരം നൽകുന്നുണ്ട്. മരിച്ചവരെ ഉയർപ്പിക്കുവാനും കുഷ്ഠരോഗികളെ ശുദ്ധരാക്കാനും പിശാചുക്കളെ ബഹിഷ്കരിക്കുവാനും യേശു അധികാരം നൽകി.
വലിയൊരു കൃപയാണിത്. നാം ഈ ഭൂമിയിലെ സ്വർണവും വെള്ളിയും ചെമ്പും പണവും പണസഞ്ചിയുമൊക്കെ ആശ്രയം അഭയമായി കാണുമ്പോൾ നമുക്ക് ഈ കൃപാബലം ഉണ്ടാവുകയില്ല. ദാനമായി കിട്ടിയ കൃപ ഹൃദയത്തിൽ സ്വീകരിക്കുമ്പോൾ അവിടെ മറ്റൊരു സമ്പത്തിനും സൗഭാഗ്യങ്ങൾക്കും ഇടമുണ്ടാകാൻ പാടില്ല. അതുകൊണ്ടാണ് യേശു പറയുന്നത്, നിങ്ങൾ ഈ ലോകത്തിലെ യാതൊരു ബലങ്ങളെയും കൂടെ കൊണ്ടുപോകരുത്. നിങ്ങളുടെ അരപ്പട്ടയിൽ ഇപ്രകാരമുള്ളവ ഉണ്ടാകരുത്. ശാഠ്യപൂർവമാണ് പറയുക. എങ്കിൽ മാത്രമേ നമുക്ക് സ്വർഗരാജ്യത്തിന്റെ സൗഭാഗ്യം ഈ കാലഘട്ടത്തിൽ പ്രഘോഷിക്കാൻ സാധ്യമാവുകയുള്ളൂ. പ്രിയ ദൈവമക്കളെ, നമ്മുടെ പ്രേക്ഷിത ദൗത്യത്തിന്റെ ആത്മീയത ക്രിസ്തു ഈ വിശുദ്ധ പ്രഭാതത്തിൽ നമുക്ക് പ്രദാനം ചെയ്യുമ്പോൾ നമുക്കും തീഷ്ണതയോടുകൂടി ആ കൃപ ഏറ്റെടുക്കാം. ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ ആഴപ്പെടുവാനും ക്രിസ്തു നൽകുന്ന മഹനീയമായ നന്മകൾ, ദാനങ്ങൾ, സ്വർഗീയമായ വരപ്രസാദങ്ങൾ, അഭിഷേക കൃപകൾ സ്വീകരിച്ചുകൊണ്ട് ഈ കാലഘട്ടത്തിൽ അവരിന് സാന്ത്വനമായി, സൗഖ്യമായി, വചനമായി, സമാധാനമായി കടന്നു പോകുവാൻ വേണ്ട കൃപാവരങ്ങൾക്കായി പ്രാർത്ഥിക്കാം. ഒപ്പം ക്രിസ്തുവിനെ പ്രതി നിന്ദനങ്ങളോ പീഡനങ്ങളോ പരിഹാസനങ്ങളോ ഏറ്റാൽ നാം പ്രതികാരം ചെയ്യേണ്ടതില്ല. മറിച്ച് യേശു ഇന്നത്തെ സുവിശേഷത്തിലൂടെ പറയുന്നു, ആ പട്ടണത്തെ, ആ ഭവനത്തെ വിട്ടുപോകുമ്പോൾ പാദത്തിലെ പൊടി തട്ടിക്കളയുക. അഥവാ അവരോട് വിദ്വേഷമോ വൈരാഗ്യമോ ശാപവാക്കുകളോ നീ പറയരുത്. മറിച്ച് ആ ദേശത്തിൽ നിന്ന് സമാധാനത്തോടുകൂടി മാറിപ്പോവുക. സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നുവെന്ന് അവരോട് പറയുക. സ്വർഗമാണ് അവരെ വീണ്ടെടുക്കേണ്ടത്. ഹൃദയം കഠിനമാക്കിയ വ്യക്തികളുടെ ഇടയിലൂടെ വചനവുമായി നീ യാത്ര ചെയ്യുമ്പോൾ എല്ലാവരും ഒരുപോലെ അത് ഉൾക്കൊണ്ടു എന്ന് വരില്ല. അവരെ ദൈവം ഉൾക്കൊണ്ടുകൊള്ളും. ദൈവം അവർക്ക് മാനസാന്തരത്തിന്റെ കൃപ നൽകിക്കൊള്ളും. നാം സമാധാനത്തോടുകൂടി വചനവാഹകരായി യാത്ര ചെയ്താൽ മാത്രം മതി. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ ഏവരെയും സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. ആമേൻ. സ്നേഹമാം ദൈവമേ, നീ